السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരൽപ്പ ദിവസം തുടർച്ചയായി അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു വേദി സംഘടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഇവിടെ അവസരം തന്നു. അതിന് പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു ജല്ല ജലാലുഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലവും വർധനവും നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി തന്ന രാജാവാണ് അല്ലാഹു ജല്ല ജലാലുഹു. നമുക്കെല്ലാവർക്കും അറിയാം, നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം അരച്ച് നമ്മുടെ ആമാശയങ്ങളിലേക്ക് എത്തിക്കുന്ന ചെറിയ കുഴലുകളിലൂടെ ഭക്ഷണം നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മുടെ തൊള്ളയിൽ
ഭക്ഷണം അരച്ച് പാകപ്പെടുത്താനുള്ള സംവിധാനം ചെയ്തവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മയുടെ കൂടെ അടുക്കളപ്പണിക്ക് ഉമ്മയെ സഹായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യാറുള്ളത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ഭാര്യമാരെ വീട്ടിലെ ജോലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ചില ആളുകൾക്കൊരു ധാരണയാണ്, അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു കുറവാണ്, വീട്ടിലെത്തിയാൽ അടുക്കള ജോലിയിൽ ഭാര്യയെ സഹായിച്ചു കൊടുത്താൽ അതൊരു മോശമാണ് എന്നൊക്കെ ധരിക്കുന്ന ചുരുക്കം ചില ആളുകൾ ഇപ്പോഴും ഇല്ലാതെ അല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു അടുക്കള ജോലിയിൽ വരെ ഭാര്യമാരെ സഹായിക്കുക എന്ന്. അവിടുത്തെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു ഒരിക്കലും ഒരു ഭക്ഷണത്തെയും അവിടുന്ന് ആക്ഷേപിച്ച് ന്യൂനത പറഞ്ഞ് സംസാരിച്ചിട്ടില്ല എന്നത് അവിടുത്തെ വലിയ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 വർഷം ഞാൻ അവിടുത്തോട് ഒരു ഖിദ്മത്ത് നടത്തിയപ്പോൾ ഒരിക്കൽ പോലും അനസേ നീ അത് എന്തിന് ചെയ്തു എന്ന് എന്നോട് അവിടുന്ന് ചോദിച്ചിട്ടില്ല, നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നും ചോദിച്ചിട്ടില്ല. അത്രയും ഉന്നതമായ സ്വഭാവമാണ് അവിടുന്ന് എനിക്ക് പ്രകടമായി കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്ന വിഷയം മറ്റൊന്ന്. അങ്ങനെ ഉമ്മ അരി, തേങ്ങ തുടങ്ങിയ പലതും അമ്മിയുടെ മേലയിട്ട് അരക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അരക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഉമ്മ വെള്ളം കുറഞ്ഞുകൊണ്ടേ അരവ് നടക്കാൻ അതാവശ്യമാണ്. എന്നാൽ തൊള്ളയിൽ അരവ് നടക്കുന്ന സമയത്ത് ആവശ്യമായ വെള്ളം ഓട്ടോമാറ്റിക്കായി അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് അരച്ചു വരാനുള്ള വെള്ളം തൊള്ളയിൽ നമ്മൾ അറിയാതെ ഉമിനീര് പൊട്ടി വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അരവ് നടക്കണമെങ്കിൽ അമ്മി ഒരേ നൃത്തം നിൽക്കുകയും കുട്ടി ചലിക്കുകയും ചെയ്യുന്നതാണ് പഴയ കാലത്തുള്ള സംവിധാനം. ഇപ്പോഴുള്ള സംവിധാനം ആഹൃസമാനിന്റെ സംവിധാനമാണ്. ഇപ്പൊ കുട്ടി അവിടെ നിന്നിട്ട് അമ്മി കറങ്ങലാണ്. ചെറുപ്പക്കാര് കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് വയസ്സന്മാര് സാധനം വാങ്ങിക്കൊണ്ടുവരുന്നത് പോലെ ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെയാണ്. എന്നാൽ അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കുകയില്ല. അല്ലാഹു നമ്മുടെ തൊള്ളയിൽ വെച്ച സംവിധാനം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 താടിയെല്ലുകളിലാണ് നമ്മുടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മുൻഭാഗത്തുള്ള പല്ല് അതേത് സാധനവും മുറിച്ചെടുക്കാനുള്ള പല്ലാണ്. നിങ്ങൾക്ക് കാണാം, ഒരു പഴം ഒരാൾക്ക് ലഭിച്ചാൽ പഴം അങ്ങനെ തന്നെ തൊള്ളയിലിടുകയില്ല, അതിൽ നിന്ന് അല്പം മുറിച്ചെടുക്കും. ആ മുറിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലാണ് മുൻഭാഗത്തുള്ള പല്ല്. ബാക്കി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഒന്നായിട്ട് തൊള്ളയിലിട്ട് മുറിക്കുകയാണെങ്കിൽ സംഗതി വിഷമാണ്. അതുകൊണ്ട് മുറിക്കാനുള്ള പല്ല് മുന്നിൽ അല്ലാഹു തന്നു. എന്നാൽ ഒരു കട്ടിയുള്ള സാധനം ചെറിയ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തു നോക്കൂ, അവരത് സൈഡിൽ വെച്ചിട്ടാണ് പൊട്ടിക്കുക. സൈഡിൽ പിടിച്ച് പൊട്ടിക്കുക. സൈഡിലുള്ള പല്ല് കട്ടിയുള്ളത് പൊട്ടിക്കാനുള്ളതല്ല, പല്ലാണ്. എന്നാൽ അതിന്റെയും ബേക്കിലുള്ള വലിയ പല്ല് അത് അരക്കാനുള്ള പല്ലാണ്. ആ പല്ലുകൊണ്ട് തൊള്ളയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അരവ് നടക്കാൻ വേണ്ടി അല്ലാഹു വെച്ച സംവിധാനം നിങ്ങൾ കണ്ടോ? നമ്മുടെ താടിയിൽ, താഴെ താടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. വലത്തോട്ട് വെച്ചാൽ വലത്തോട്ട് പോകും, ഇടത്തോട്ട് വെച്ചാൽ ഇടത്തോട്ട് പോകും, മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് പോകും, ബേക്കോട്ട് വെച്ചാൽ ബേക്കിൽ പോകും. അതേ സമയത്ത് മേലെ താടിയിൽ നിന്ന സ്ഥലത്ത് നിന്ന് മിണ്ടൂല.
അതൊരൊറ്റ നൃത്തമാണ്. മേലെ താടിയിൽ നിന്നൊന്ന് നീക്കിയോ, തല ഒട്ടാകെ നീങ്ങുക എന്നല്ലാതെ താടിയിൽ നീങ്ങൂല. എന്താ കാരണം? അമ്മയും കുട്ടിയും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് ഒരു താടിയിൽ നീങ്ങാതെ ഫിറ്റ് ചെയ്തതും മറ്റൊരു താടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമായി അല്ലാഹു ജല്ല ജലാലുഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഞാനിത് അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച്, അവൻ വെച്ച സംവിധാനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദമായി ഇഹ്യയിൽ അത് പറയുന്നു. സഹോദരന്മാരെ, ഇനിയും നിങ്ങൾ നോക്കൂ, ആ അല്ലാഹു വെച്ച സംവിധാനം നമ്മുടെ തലയിലെ രോമങ്ങൾ നമ്മൾ വെട്ടിയാൽ ആ രോമം മേൽപോട്ടേക്ക് പിന്നെയും ഉയർന്നു വരുന്നത് കാണാം. മൂക്കിലെ രോമം വെട്ടിയാലോ മൂക്കിലെ രോമം താഴോട്ട് മാത്രമേ വരുന്നുള്ളൂ. മൂക്കിലെ രോമം തലയിലെ രോമം പോലെ മേൽപോട്ട് പൊങ്ങിയാലോ സുബ്ഹാനല്ലാഹ്, പിന്നെ തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയൂല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചകിരിയുടെ നാരെടുത്തിട്ട് മൂക്കിൽ കുത്തിയൊക്കെ വേഗം മനസ്സിലാവും. മേൽപോട്ട് രോമം പോയാൽ എങ്ങനെ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കാൻ കഴിയും. മൂക്കിലെ രോമം താഴോട്ട്, തലയിലെ രോമം മേൽപോട്ട് പോകും. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി, ആ കുട്ടിയുടെ തലയിൽ നീണ്ട രോമങ്ങളും. 2 ദിവസം മുമ്പ് എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം വലിയ ഒരു അധ്യാപകനാണ്, കമ്പ്യൂട്ടർ സെന്ററിൽ വലിയ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്യുകയും ഞാൻ അദ്ദേഹത്തിന് ദിക്ർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കോഴിക്കോട് ആശുപത്രിയിൽ നിന്നും ഭാര്യ പ്രസവിച്ചു വരുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് നിന്ന് മറ്റൊരാവശ്യത്തിന് പോയി തിരിച്ചു വരുമ്പോ കുട്ടിയെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വഴിക്ക് എന്റെ വാഹനം നിർത്തി അദ്ദേഹം കുട്ടിയെ എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് കുഞ്ഞനെടുക്കാൻ അറിയില്ല. അതുകൊണ്ട് പിന്നെ എന്റെ പെങ്ങളും എന്റെ കൂടെ വണ്ടിയിലുണ്ടായി. അവള് പോയിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഞാൻ നോക്കി, ആ കുട്ടിയുടെ തലയിലെ രോമത്തിന് നല്ല നീളമുണ്ട്. അപ്പൊ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ തലയിലെ രോമത്തിന് നല്ല നീളമുണ്ട്. അതുപോലെ മറ്റു അവയവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ കുട്ടിയുടെ തൊള്ളയിൽ പല്ലില്ല. എല്ലാ അവയവങ്ങളുമുണ്ട്, പല്ല് മാത്രം ഇല്ല. എന്താണ് കാരണം? കാരണം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഈ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം സംവിധാനിച്ചത് ഉമ്മയുടെ മുലയിലാണ്. ആ മുല കുടിക്കുന്ന കുട്ടി പല്ലു തൊള്ളയിലുണ്ടെങ്കിൽ അമർത്തി എന്നിട്ട് കടിക്കും. അങ്ങനെ കുറച്ചു ദിവസം കടിക്കുമ്പോ മുല പഴുക്കും. മുല പഴുത്താൽ അന്നം മുടങ്ങും, ഭക്ഷണം മുടങ്ങും, വെള്ളം മുടങ്ങും. എല്ലാ ഭക്ഷണവും ഇത് തന്നെയാണ്, അത് മുടങ്ങും. അത് മുടങ്ങിയാൽ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പല്ല് മാത്രം ഫിറ്റ് ചെയ്തില്ല. കാരണം പല്ലുണ്ടായാൽ അപകടമാണ്. പല്ലില്ലാതെ ആ കുട്ടി പ്രസവിക്കപ്പെട്ടു. പിന്നീട് ആ കുട്ടിക്ക് കാലാന്തരത്തിൽ അതാ താൽക്കാലികമായ പല്ല് നൽകി. കാരണം തിന്നു പഠിക്കുകയാണ്. വസ്തുക്കളെ സംബന്ധിച്ച് വിവരമില്ലാത്ത കുട്ടിയാണ്. എന്തുമെടുത്ത് തൊള്ളയിലുണ്ട്, എങ്ങനെയും തിന്നു. അപ്പോൾ പല്ലിന് കേടുവരും. കേടുവന്നാൽ അത് മാറ്റി പിന്നെയും നല്ലത് കൊടുക്കണമെങ്കിൽ ആദ്യമുണ്ടാക്കുന്നത് അത്രയും ഗുണകരമായ പല്ലാകരുത്, താൽക്കാലികമായ പല്ല്. ആ താൽക്കാലികമായ പല്ല് കൊണ്ട് തിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നായിട്ട് പല്ല് കൊഴിയുന്നില്ല. ഓരോന്നോരോന്ന് കൊഴിയുമ്പോൾ ഓരോന്നോരോന്ന് പകരം വരും. അങ്ങനെ ഒരു മദ്രസയിലെ മുഅല്ലിമീങ്ങൾ ഒന്നായിട്ട് രാജിവെച്ചാൽ മദ്രസ നിന്നു. ഒരാൾ പോയാൽ നമുക്ക് വേറെ ആളെ കൊണ്ടുവന്ന് അങ്ങനെ റെഡിയാക്കാം. ആ രൂപത്തിൽ ഓരോ പല്ലുകൾ ഒഴിവാക്കി പകരം നല്ലത് കൊടുത്ത്
തൊള്ളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തു. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ, മനുഷ്യന് ആവശ്യമായ വിഷയങ്ങളെ എത്ര ഹിക്മത്തോടുകൂടിയാണ് ഹകീമും ഖബീറുമായ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അതിലേക്ക് കടന്ന് സംസാരിച്ചാൽ അതുകൊണ്ട് തീരുന്നു. എന്തെല്ലാം വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. നമ്മുടെ ഈ കൈ നിങ്ങൾ നോക്കൂ, കുറെ വിരലുകൾ, ഒരു വിരൽ കുറെ ദൂരെ വേറെ തന്നെയാണ്. കാരണം എങ്കിലേ പിടിച്ചാൽ പിടുത്തത്തിനൊരു ശക്തി കിട്ടും. എല്ലാ വിരലും ഒന്നായിട്ടാണ് പിടിച്ചതെങ്കിൽ പിടുത്തത്തിന് ശക്തി കിട്ടൂല. അതൊരു കാരണം, വേറെ പല കാരണമുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ അതൊരു മാന്തിയ, അത് ഒന്നായി നിവർത്തി കൂട്ടിപ്പിടിച്ചാൽ അതൊരു വൈപ്പറാണ്, തുടക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതേ കൈ തന്നെ നമ്മൾ ഒന്ന് മലർത്തിപ്പിടിച്ചാൽ അതൊരു കോരിയാണ്, ഒരു സ്പൂണാണ്. അതേ കൈ തന്നെ രണ്ടും കൂട്ടിപ്പിടിച്ചാൽ അതൊരു വലിയ ഒരു കോപ്പയാണ്, ഒരുപാട് വെള്ളം കൊള്ളുന്ന ഒരു കോപ്പയാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ കൈ തന്നെ നമ്മൾ രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ ഒരു ഇറുക്കയാണ്, ഒരു ക്ലിപ്പാണ്. അതേ വിരലുകൾ തന്നെ നാം കൂട്ടിപ്പിടിച്ചാൽ അതൊരു മുഖിയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കയ്യിൽ തന്നെ എത്ര സംവിധാനങ്ങളാണ് അല്ലാഹു വെച്ചത്. ലോകത്തുള്ള ഓരോ സൃഷ്ടികളെ സംബന്ധിച്ചും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചും ഓരോ വിഷയങ്ങൾ ആലോചിക്കുമ്പോഴല്ലേ വന്നു ചേരുന്നത്. تجد به صنعا بديع الحكم لكن به قام دليل الآدمي. അവനവന്റെ ശരീരത്തെ സംബന്ധിച്ചും മനുഷ്യ ശരീരങ്ങളെ സംബന്ധിച്ചും ഏത് ജീവികളെ സംബന്ധിച്ചും ചിന്തിക്കുമ്പോൾ ആകാശങ്ങളെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചും ഉപരിമണ്ഡലങ്ങളെ സംബന്ധിച്ചും എവിടെ ചിന്തിച്ചാലും ചിന്തിക്കുന്ന സ്ഥലത്തല്ല അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന തെളിവുകൾ നിറഞ്ഞു കിടക്കുകയല്ലേ. ആ അല്ലാഹുവിനെ അറിയലാണ്, അല്ലാഹുവിന് നന്ദി ചെയ്യലാണ്, അവന് കീഴ്പ്പെട്ട് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ കടപ്പാട്. ലോകത്തിന്റെ സൃഷ്ടാവിനെ സ്നേഹിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുക, ആ ജീവിതത്തിന് ആവശ്യമായ അറിവുകൾ നേടിത്തരാൻ ലോകത്ത് വന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും പ്രഗൽഭരും ഏറ്റവും മഹത്വമുള്ളവരും ഏറ്റവും ഉയർന്നവരും അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി فقد نبينا في خلقه وفي خلقه ولم يدانه في علم ولا كرم. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. സഹോദരന്മാരെ, ഇപ്പോൾ വിശദമായി പറയാൻ കഴിയില്ല. അല്പസമയം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശദമായി വാഴ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ CD വാങ്ങി കേൾക്കാനുള്ള സംവിധാനം ഉണ്ട്. ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് 7 ദിവസം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം സജ്ജനങ്ങളുടെ സവിശേഷതകൾ എന്ന വിഷയം വാഴ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ CD കിട്ടും. അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ 7 ദിവസം വീതം സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ മറ്റ് 7
അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിച്ച സീഡികൾ കിട്ടും. അതൊക്കെ വാങ്ങി കേൾക്കാം. പിന്നെ ചിലർക്ക് ഖണ്ഡന പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ധാരാളം ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡി ഉണ്ട്. ഇപ്പോഴതൊന്നും അതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അടുത്ത് ഞാൻ കടവത്തൂരിലും വാണിനയിലും പ്രസംഗിച്ച സീഡി എല്ലാവരും കേൾക്കണം എന്ന് ഞാൻ പറയുന്നു. വാങ്ങണം എന്ന് ഞാൻ പറയില്ല. വാങ്ങാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. എല്ലാവരും കേൾക്കണം. വാങ്ങിയവർ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് വൈകുന്നേരം ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, കാസർഗോഡ് ജില്ലക്കാരനാണ്, കാഞ്ഞങ്ങാട് നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇന്നലെ കാസർഗോഡ് ജാമിയ സൈദിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു മുജാഹിദ് മോചനത്തിന് സത്താവിന്റെ സന്ദേശം എന്ന സീഡി എല്ലാവരും കേൾക്കണം. എന്നിട്ട് ഞാനതിൽ പറഞ്ഞിരുന്നു, ഏഷ്യാനെറ്റിൽ വാർത്ത ഞാനതിൽ കയറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് മൂടുന്ന പച്ച തുണി, പച്ചപ്പട്ടും, അത് മക്കയിൽ നിന്ന് നിർമ്മിക്കുന്ന കമ്പനിയും അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവും ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്നിരുന്നു. അതോടുകൂടി കഅബ ശരീഫിന്റെ ഖില്ല നിർമ്മിക്കുന്നതും അതിൽ കാണിച്ചിരുന്നു. അത് ഞാൻ ആ സീഡിയിൽ കയറ്റിയിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അത് വെറും ഒരു സാധാരണ അറബി പയ്യനാണ് എന്ന് മുജാഹിദിന്റെ നേതാവ് എം അക്ബർ എന്ന് പറയുന്ന ഒരു മൗലവി ക്രിസ്ത്യാനികളെയും ഹൈന്ദവരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തി പറയുന്ന വാക്ക് ഞാനതിൽ കേൾപ്പിച്ചിരുന്നു. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഞാനതിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓരോ ആയത്തുകൾ ഓരോ വിഷയങ്ങൾക്കും തെളിവ് പറഞ്ഞുകൊണ്ട് സംസാരിച്ചതായിരുന്നു. അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് കേട്ടുനോക്കണം. ഇപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, വേറെയും ധാരാളം സീഡികളുണ്ട്. ഇതൊക്കെ കേട്ടുനോക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ കുറഞ്ഞ വഅദ് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് നേടിത്തരാൻ, നമുക്ക് മനസ്സിലാക്കി തരാൻ, അവനെ എങ്ങനെ അനുസരിച്ച് ജീവിക്കണം എന്നതിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരാൻ അല്ലാഹു നിയോഗിച്ചയച്ച അവന്റെ പ്രവാചകന്മാർ അവരിൽ ഏറ്റവും പ്രശസ്തരാണ്, ഏറ്റവും ഉയർന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ഇസ്ലാമിന്റെ പ്രബോധന രംഗത്തെ ഏറ്റവും വലിയ മുതൽ കൂട്ടായി മാറിയതും. അവിടുന്ന് ഇങ്ങോട്ട് സഹോദരന്മാരെ, അവിടുന്ന് ഇങ്ങോട്ട് പ്രബോധന പ്രവർത്തന രംഗത്ത് ഏതെല്ലാം മഹാന്മാരുണ്ടായോ ആ മഹാന്മാരുടെ സൽസ്വഭാവമാണ്, അവരുടെ ജീവിത രീതിയാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും വലിയ സഹായകരമായത്. ഇതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ ബോധവാന്മാരാകണം. നിങ്ങൾ നോക്കുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യഹൂദിക്ക് ഒരു സംഖ്യ കൊടുക്കാനുണ്ട്. ഒരു ദിവസം യഹൂദി വളരെ പെട്ടെന്ന് വന്ന്, മുഹമ്മദേ, എനിക്ക് തരാനുള്ള സംഖ്യ ഇപ്പോൾ തരണം. ഒരു സംഖ്യ കടം കൊടുക്കാനുള്ള ആള് അവധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അവധിക്ക് സംഖ്യ ചോദിക്കുന്നത് ന്യായമാണ്, അപ്പോൾ കൊടുക്കേണ്ടതും ആണ്. പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് വന്ന് അവധി നിശ്ചയിച്ചതനുസരിച്ചൊന്നും അല്ലാതെ പെട്ടെന്ന് വന്ന് സംഖ്യ ഇപ്പോൾ തരണം എന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യിൽ സംഖ്യ സ്റ്റോക്ക് ഉണ്ടാകുമോ? കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും പണയം വെക്കുന്നതിനുമൊക്കെ ധാരാളം നിയമങ്ങൾക്കുണ്ട്. ഫത്ഹുൽ മുഈൻ മുതഅല്ലിമീങ്ങൾക്ക് അതൊക്കെ അറിയാം. ഒരുപാട് നിയമങ്ങൾക്കുണ്ട്. ഒരു നിയമവും ചിന്തിക്കാതെ പെട്ടെന്ന് വന്ന് ഒരാൾ ഈ ധാരാളം സംഖ്യ തരണം ഒരാൾ കൊടുക്കാൻ കഴിയും. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദി എന്റെ അടുക്കൽ ഇപ്പോൾ തരാനില്ല. യഹൂദി ഒന്നാന്ന് പറഞ്ഞു, ഇപ്പൊ കിട്ടണം, ഇപ്പൊ തരാനില്ല. എന്നാ ഞാൻ പോവില്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇദൻ മുഹദ്ദസു മഅക, എന്നാൽ ഞാൻ നിങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ പോലെ അങ്ങിരിക്കും. ഞാൻ നിങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ പോലെ അങ്ങ് നിൽക്കും. സുബ്ഹാനല്ലാഹ്, സംഖ്യ കൊടുക്കാനുള്ളവനാണല്ലോ അദ്ദേഹം. ഇപ്പോൾ ചോദിക്കുന്നത് അന്യായമായ രീതിയിലാണെങ്കിലും നമുക്ക് സംഖ്യ തന്ന് സഹായിച്ചവനല്ലേ. അദ്ദേഹത്തിന്റെ മുന്നിൽ
അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത് അന്യായമാണെങ്കിലും അങ്ങോട്ട് പറയാതെ ലോകത്തിന്റെ നേതാവ് സ്വഭാവം പഠിപ്പിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിൽ ചിലരെല്ലാം കടം വാങ്ങലുണ്ട്. നിങ്ങളിവിടെ പിന്നെ ഏർപ്പാടുണ്ടോ എനിക്കറിയില്ല. കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ 1000 ഉറുപ്പ്യ കടം കൊടുത്താൽ 500 ഉറുപ്പ്യ സ്വതക്കാട്ടിയുടെ കൂലിട്ട് 1000 ഉറുപ്പ്യ മടക്കി കിട്ടുകയും അത്ര വലിയ അമലാണ് കടം കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അധികം ആളും കടം കൊടുക്കുന്നില്ല. കടം കൊടുക്കുമ്പോ ചിന്തിക്കുന്നത് ആ വകയിൽ എന്ത് ലാഭം കിട്ടുന്ന ദുനിയാവിലെ അതിന് എന്തെങ്കിലും ഒരു തട്ടിപ്പിന്റെ കച്ചവടം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ 1,00,000 ഉറുപ്പിക നിങ്ങൾക്ക് തന്നാൽ മാസത്തിൽ ഇത്ര ഉറുപ്പിക നിങ്ങൾക്ക് കച്ചവടത്തിന്റെ ലാഭം കണ്ടു തരും. അങ്ങനെ ഇത്ര ഉറുപ്പിക ലാഭം കിട്ടുന്ന അതിന് കണക്കാക്കാൻ നഷ്ടാണെങ്കിലോ? അപ്പോ ഫിക്സ്ഡ് സംഖ്യ നിശ്ചയിച്ച് എന്നിട്ട് ആ സംഖ്യ വാങ്ങിയിട്ട് 1,00,000 കൊടുത്തു. ശരിയാണോ? കച്ചവടത്തിൽ കൂറ് കൂടുകയാണെങ്കിൽ ലാഭക്കൂറ് കച്ചവടം ഹലാലാണ്. ലാഭക്കൂറ് കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ സംഖ്യ മുതലെടുക്കുന്നു, മറ്റൊരാൾ അധ്വാനിക്കുന്നു. അധ്വാനിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുന്ന സംഖ്യ, അതുകൊണ്ട് അധ്വാനിക്കുന്നവൻ കച്ചവടം ചെയ്ത് ഉണ്ടാകുന്ന ലാഭത്തിന്റെ 1% അതെത്രയാലും തരക്കേടില്ല. 1% അധ്വാനിക്കുന്നവനും മറ്റൊരു 1% ഈ സംഖ്യ മുതലിറക്കുന്നവനും, അതിനാണ് ലാഭക്കൂറ് കച്ചവടം എന്ന് പറയുന്നത്. അത് അനുവദനീയമാണ്. ഉദാഹരണത്തിന് 1,00,000 രൂപ ഇവിടെയുള്ള ഒരാളെ കയ്യിൽ ഞാൻ ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സംഖ്യ കൊണ്ട് അദ്ദേഹം കച്ചവടം ചെയ്യുന്നു. കച്ചവടത്തിൽ ലാഭം വന്നാൽ അദ്ദേഹത്തിന് 40%, അല്ലെ 30%, അല്ലെ 20%, അല്ലെ 50%, എത്രയും ആകാം, അല്ലെ 90% ലാഭം അയാൾക്ക് 10% ലാഭം ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എത്രയൊരു നിശ്ചിത ശതമാനം ലാഭം ഇരു വിഭാഗത്തിലും നിശ്ചയിക്കുന്നു. ലാഭം കിട്ടിയില്ലെങ്കിൽ പിന്നെ ലാഭം ഉണ്ടാവില്ല. നഷ്ടം പറ്റിയാൽ സൈക്യം വേണോ? ഇതാ കച്ചവടം. ഇത് അങ്ങനെയല്ല. ആദ്യം തന്നെ 1,00,000 ഉറുപ്പിക അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ പറയാം മാസത്തിൽ ഇത്ര ലാഭം അങ്ങോട്ട് തരുള്ളൂ. അതിന്റെ പേരാ പലിശ. അതിന്റെ പേരാണ് പലിശ. കാരണം അത് കടം വാങ്ങിയിട്ട് സംഖ്യ കൊടുക്കും, സംഖ്യ ലാഭം വാങ്ങുന്ന രൂപമായി പോയി. പാടില്ല. ഇന്ന് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാ യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ, മനുഷ്യൻ തീരെ ആലോചിക്കുകയില്ല, വില വെക്കുകയില്ല. എന്താണ്? അവന് ലഭിക്കുന്ന മാലി, അവന് ലഭിക്കുന്ന ധനം അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹറാമിലൂടെയാണോ എനിക്ക് ലഭിക്കുന്നത്, ഹലാലിലൂടെയാണോ എനിക്ക് ലഭിക്കുന്നത്, അത് തീരെ വില വെക്കാതെ ജനങ്ങൾ ധനം കൈകാര്യം ചെയ്യുന്നൊരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടി ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. സ്വർണത്തിന് മാറ്റം ചെയ്യുന്ന ചിലരുണ്ട്. ജ്വല്ലറിയിൽ കൊണ്ടുപോയി പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങുന്നു. ഞാൻ പറയട്ടെ, പലിശ വരാൻ വലിയ സാധ്യതയുള്ളൊരു ഏർപ്പാടാണത്. എന്തുകൊണ്ട്? 4 മദ്ഹബിലും തർക്കമില്ല. സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട പലിശയാണ്. പൊന്നിന് പകരം വിൽക്കുകയാണെങ്കിൽ തൂക്കം തുല്യമായിരിക്കും. തൂക്കം വ്യത്യസ്തമായ നിലയ്ക്ക് പൊന്നിന് പകരം വിറ്റാലത് പലിശയാണ്. തർക്കമില്ല. ഉമ്മാമ മരിച്ചിട്ട് കാതിലതും കഴുത്തിലതും കയ്യിന്റെ വളയുമൊക്കെ എടുത്ത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോൾ 150 ഗ്രാം ഉണ്ട്. നമ്മളുടെ മകളുടെ കല്യാണത്തിന്, വിവാഹത്തിന് നമുക്ക് പുതിയ സ്വർണം വേണം. ഈ 150 ഗ്രാം സ്വർണം കൊടുത്തപ്പോ 130 ഗ്രാം സ്വർണമല്ലേ, 140 ഗ്രാം പോകട്ടെ, 149 ആണെങ്കിലും ശരി, അതാ തൂക്കം വ്യത്യാസമുള്ള നിലക്ക് പുതിയ സ്വർണം ഇങ്ങോട്ട് വാങ്ങി പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്തുകൊണ്ടൊരു കച്ചവടം ചെയ്താൽ അത് കടുത്ത പലിശയാണ് കേട്ടോ. 4 മദ്ഹബിലും തർക്കമില്ലാത്ത പലിശ, സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട പലിശ.
ഇതുപോലെ തന്നെയാണ് അതേ 1 ലിറ്റർ അരിക്ക് പകരം 1 ലിറ്ററിലധികം അരി അങ്ങോട്ട് വിറ്റാൽ അത് പലിശയാണ്. ഒരു അരി മുന്തിയ അരിയാണ്, മറ്റൊരു താഴ്ന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഉസ്താദെ കൈകാര്യം ചെയ്യുക? പഴയ പൊന്നിന് പകരം പുതിയ പൊന്ന് കൊടുക്കാൻ കഴിയോ? അതിന് വേറെ മാർഗമുണ്ട്. പഴയ പൊന്ന് നിങ്ങൾ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങിക്കോളൂ. പുതിയ പൊന്ന് നിങ്ങൾ കാശ് കൊടുത്ത് വേറെ വാങ്ങിക്കോളൂ. അതാ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നു, ആ പഴയ പൊന്ന് കൊടുത്താൽ അതിന്റെ സംഖ്യ നിശ്ചയിച്ച് വിറ്റതിന് ശേഷം സംഖ്യ കയ്യിലേക്ക് വാങ്ങണം. അതവിടെ നിൽക്കട്ടെ, കണക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ പറ്റൂല. സംഖ്യ കയ്യിലേക്ക് വാങ്ങണം. സംഖ്യ വാങ്ങിയിട്ട് ആ സംഖ്യ കൊണ്ട് നിങ്ങൾക്ക് ആ ജ്വല്ലറിയിൽ നിന്നും വാങ്ങാം, മറ്റു ജ്വല്ലറിയിൽ നിന്നും വേറെ വാങ്ങാം. അതിന് കുഴപ്പമില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് അന്വേഷിച്ചു നോക്കൂ. എതിരായ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ പണ്ഡിതനെ നിങ്ങൾ എന്നെയും കൂടി ഒന്ന് ബന്ധപ്പെടുത്തിയേക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമനുസരിച്ചായിരിക്കണം. അള്ളാഹു ചെയ്യുന്നതനുസരിച്ചായിരിക്കണം. ജ്വല്ലറി കച്ചവടക്കാര് നന്നായി മതം പഠിക്കണം. അതുപോലെ പലിശയെ കുറിച്ച് പഠിക്കണം. ജ്വല്ലറിയിൽ പോയി വാങ്ങുന്നവരും പഠിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ കൈകടിച്ചിട്ട് കാര്യമില്ല. തങ്ങൾ പറഞ്ഞതാണ്, പൊന്നിന് പകരം നിങ്ങൾ പൊന്ന് വിൽക്കരുത്. ഇല്ലാ മിഥിലം ബിമിഥിലിൻ, തൂക്കം തുല്യമായിട്ടല്ലാതെ വിൽക്കരുത്. അതേ യദം ബിയദിൻ, റൊക്കം കൈമാറുന്ന നിലക്കല്ലാതെ വിൽക്കരുത്. അപ്പോൾ തന്നെ കൈമാറണം, അപ്പോൾ തന്നെ കൊടുക്കണം. കടത്തിന് പാടില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ പഴയ പൊന്ന് വിറ്റ് കാശ് വാങ്ങിയിട്ട് ആ കാശ് കൊണ്ട് പുതിയ പൊന്ന് വാങ്ങിയാൽ പ്രശ്നം തീർന്നു. ഇതുപോലെ നെയ്ച്ചോറിന്റെ അരിയാണ്, മുന്തിയ അരിയാണ്, വനസ്പതിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരിയാണ്, മറ്റേ അരി കുറച്ച് താഴ്ന്ന സാധാരണ അരിയാണ്. തമ്മിൽ നിങ്ങൾ അരിയും തമ്മിലാണോ കൈമാറ്റം നടത്തുന്നത്? എന്നാൽ അതാ അതിന്റെ അളവ് തുല്യമായിരിക്കണം. ഇല്ലെങ്കിൽ പലിശയാണ്. നേരെ മറിച്ച് നിങ്ങൾ നാടൻ അരി ഒരു വിലക്ക് വിറ്റു, അതിന്റെ കാശ് നിങ്ങൾ വാങ്ങി, ആ കാശ് കൊടുത്ത് നിങ്ങൾ നെയ്ച്ചോറിന്റെ അരി വേറെ വാങ്ങി, കുഴപ്പമില്ല. അളവ് ചുരുങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം, അമിനൽ ഹലാലി അമ്മിനൽ ഹറാം. ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ എന്ന് ചിന്തിക്കാതെ ധനം സമ്പാദിക്കുന്ന ഒരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉമ്മമാര് ശ്രദ്ധിക്കണം. ചില ആളുകൾ ഒരു ബുക്കും കൈ പിടിച്ചിട്ട് അരിയും കൈ പിടിച്ച് വരും. എന്തിന്? പലിശക്ക് ചേർക്കാൻ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ പലിശക്ക് ചേർക്കാൻ. എന്നിട്ട് പലിശക്ക് ചേർത്തിട്ട് അതിന് പലിശ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് എന്നാ പറയാ. ഉപമാർക്ക് ചിലപ്പോ മനസ്സിലാവില്ല എന്തായി പറഞ്ഞത്. ഈ ഹോട്ടലൊക്കെ കയറിയിട്ട് ചിലപ്പോ ചില സാധനത്തിന്റെ പേര് പറയും. വരുന്നേ വെട്ടം വെച്ച് ഓർഡർ ചെയ്യും. മുമ്പ് കൊണ്ടുവന്നാൽ ഇതെനിക്ക് ഇന്നോടാന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ ഈ ഇൻട്രസ്റ്റ് എന്നാ ചിലപ്പോ പറയാ. പലിശവാകുന്ന ഏർപ്പാടിന് നിങ്ങളെ ചേർക്കാൻ വന്നാൽ ഉമ്മമാരെ നിങ്ങളതിന് നിൽക്കണ്ട. പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും എഴുതുന്നവനെയും മുഴുവനും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തു പോയി. പലിശയുമായുള്ള ഒരു ഏർപ്പാടിലും നമ്മൾ നിൽക്കാൻ പാടില്ല. വളരെ നന്നായി ശ്രദ്ധിക്കണം സഹോദരിമാരെ, സഹോദരന്മാരെ. നിങ്ങളറിയോ, ഒരു പലിശ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. പലിശ വല്ലാത്ത ഗൗരവമുള്ള തെറ്റാണ്. ആഖിറത്തിലെത്തുന്ന സമയത്ത് വലിയ വയറുമായി കിടക്കുകയാണ് പലിശക്കാരൻ. അവന്റെ വയറ്റിലൂടെ ചവിട്ടി നടക്കുകയാണ് പലരും. വല്ലാത്ത വിഷമമുള്ള രംഗമാണ്.
അതുകൊണ്ട് പലിശ വന്നു പോകുന്നത് വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അന്യന്റെ ഹക്ക് വന്നു പോകുന്നതും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, മസ്ജിദുൽ അഖ്സയിൽ ഖുബയുടെ ചുവടെയുള്ള സ്ഥലത്ത് നിന്ന് ഇബാദത്ത് എടുക്കണമെന്ന ഉദ്ദേശത്തോടെ പോയതാണ്. അവിടെ ചെന്ന് അസറിന്റെ സമയമായി. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ അസറിന്റെ ശേഷം ഖുബയുടെ ചുവടെയുള്ള സ്ഥലം, അതിൽ നിന്ന് ജനങ്ങളൊക്കെ ഒഴിഞ്ഞു നിന്നിട്ട് മലക്കുകൾക്ക് ഇബാദത്തിന് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ആ സമയത്താണ് ഇബ്രാഹിം അദ്ഹം തങ്ങൾ അവിടെ എത്തിയത്. ഖുബയിൽ ഇങ്ങനെ ഇരുന്ന് അസറിന്റെ സമയത്ത് എല്ലാവരെയും ഒഴിച്ചു പറഞ്ഞേക്കുമെന്നായപ്പോ മഹാനവറുകളുടെ ഒരു ഭാഗത്ത് പോയി ഒളിച്ചു നിന്നു. രാത്രി ഇവിടെ ഇരുന്നൊന്ന് ഖുർആൻ ഓതണമെന്ന ചിന്തയാണ്. മഹാനവറുകൾ ഒളിഞ്ഞു നിന്നു. വാതില് പൂട്ടി പള്ളി നോക്കുന്ന ആള് തിരിച്ചുപോയി. രാത്രി സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നു. ഒരാള് ചോദിക്കുന്നു, ആരാണെന്ന്. അവിടെ ഒരു മനുഷ്യന്റെ രൂപം. മലക്ക്. അപ്പോ മറ്റൊരു മലക്കിന്റെ മറുപടി, അതേ അതാ ഖുറാസാനിലെ വലിയ മഹാനായ, ഭൗതിക ലോകത്തെ മുഴുവനും വലിച്ചെറിഞ്ഞു വന്ന ആബിദായ വലിയ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളാണ്. അപ്പം അതാ ഒരു മലക്ക് പറയുന്നു, സംഗതി ശരി, വലിയ മഹാനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഇബാദത്തും ഒരു കൊല്ലമായി സ്വീകരിക്കപ്പെടുന്നില്ല. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പേടിച്ചുപോയി. അതേ, എന്താ കാരണം? മലക്ക് ചോദിക്കുന്നു. കാരണം അദ്ദേഹം മക്കയിൽ നിന്ന് 2 കാരക്ക അനധികൃതമായി കൈവശപ്പെടുത്തിപ്പോയി. എന്താ സംഭവം? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഞാൻ മക്കയിൽ നിന്ന് ഒരു കച്ചവടക്കാരനോട് കാരക്ക വാങ്ങുകയായിരുന്നു. ആ വാങ്ങുന്ന സമയത്ത് അദ്ദേഹം കാരക്ക അതാ കൊണ്ടുവന്ന് എന്റെ സഞ്ചിയിലേക്ക് ചൊരിഞ്ഞു തന്നു. ആ സഞ്ചിയിൽ കാരക്ക ചൊരിഞ്ഞു തന്ന് ഞാൻ അത് എടുത്തിങ്ങ് പോരുമ്പോ സഞ്ചിയുടെ ചുവടെ 2 കാരക്ക കണ്ടു. ഞാൻ മനസ്സിലാക്കി, എനിക്ക് ചൊരിഞ്ഞു തരുന്ന സമയത്ത് നിലത്ത് വീണുപോയതായിരിക്കും. എന്റെ ഈ വാങ്ങിയ സഞ്ചിയുടെ ചുവടെയല്ലേ ഉള്ളത്. ഞാൻ അതിങ്ങോട്ട് എടുത്തു, അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അതിനെ സംബന്ധിച്ച ആ മലക്കുകൾ സംസാരിക്കുന്നത് അനധികൃതമായി 2 കാരക്ക കൈവശപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ ഖാദിബ് വന്ന് തുറന്നപ്പോൾ ഇറങ്ങി ഞാൻ നേരെ കഴിഞ്ഞ കൊല്ലം മക്കയിൽ നിന്ന് കാരക്ക വാങ്ങിയ കച്ചവടക്കാരനെ ലക്ഷ്യം വെച്ച് മക്കയിലേക്ക് നടന്നു. ആ കടയുടെ സമീപത്ത് ചെന്ന് നോക്കുമ്പോ ഞാൻ വാങ്ങിയ വ്യക്തിയെ കാണുന്നില്ല. ഒരു ചെറുപ്പക്കാരനാണുള്ളത്. ഞാൻ ചോദിച്ചു, മോനെ, ഇവിടെ നിന്ന് കഴിഞ്ഞ കൊല്ലം ഞാൻ കാരക്ക വാങ്ങുമ്പോൾ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴെവിടെ? ആ കടക്കാരൻ മറുപടി പറഞ്ഞത് എന്റെ ബാപ്പയായിരുന്നു. ബാപ്പ മരിച്ചുപോയിപ്പോൾ ഞാനാണ് കട നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞാ, ഞാൻ വന്നത് മോനെ, കഴിഞ്ഞ കൊല്ലം നിങ്ങളോട് നിന്റെ ബാപ്പയോട് കാരക്ക വാങ്ങുമ്പോ 2 കാരക്ക എന്റെ സഞ്ചിയുടെ ചുവടെ നിന്ന് നിലത്ത് നിന്ന് കിട്ടിയപ്പോ എന്റേതാണെന്ന നിലക്ക് ഞാൻ എടുത്തുപോയി. ആ കാരക്കൊന്ന് ബാപ്പനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ വന്നതാണ്. ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഒന്ന് പൊരുത്തപ്പെടണം. മകന്റെ മറുപടി, ഓ എന്റെ ഓഹരി ഞാൻ പൊരുത്തപ്പെട്ടു, പക്ഷെ എന്റെ ബാപ്പ മരിക്കുന്ന ഉമ്മയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, ബാപ്പയുടെ ഭാര്യയുണ്ട്, ബാപ്പയ്ക്ക് മറ്റൊരു പെൺകുട്ടിയുമുണ്ട്, ഒരു സഹോദരിയുണ്ട് എനിക്ക്. അവരുടെ പൊരുത്തവും നിങ്ങൾക്ക് വേണമല്ലോ. വീട് അന്വേഷിച്ച് പഠിക്കുന്നു. ഇബ്രാഹിം അദ്ഹം തങ്ങൾ അങ്ങോട്ട് നടക്കുന്നു. അവിടെ ചെന്ന ഉമ്മയോടും അതേ ആ കച്ചവടത്തിൽ അതാ കണ്ട ചെറുപ്പക്കാരന്റെ സഹോദരിയോടും വീട്ടിൽ ചെന്ന് പൊരുത്തം വാങ്ങുന്നു.
മടങ്ങി നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്നു, മസ്ജിദുൽ അഖ്സയിൽ കടക്കുന്നു. അതാ ഖുബയിൽ മുമ്പ് പറഞ്ഞതുപോലെ അസറിന്റെ ശേഷം കൂടുന്നു. രാത്രി സമയത്ത് അതാ മലക്കുകൾ ഇറങ്ങി വരുന്നു, മലക്കുകൾ സംസാരിക്കുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹത്തിന്റെ അമലുകൾ പെൻഡിങ്ങിലായിരുന്നു. അദ്ദേഹം അതാ 2 കാരക്ക അവകാശികളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചതിനാൽ അദ്ദേഹത്തിന്റെ അമല് സ്വീകരിക്കാൻ തുടങ്ങിപ്പോയി. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, പണവുമായി ബന്ധപ്പെടുമ്പോ, കച്ചവടവുമായി ബന്ധപ്പെടുമ്പോ, കടവുമായി ബന്ധപ്പെടുമ്പോ, കൂറ് കച്ചവടം ചെയ്യുമ്പോ, തൊഴിലാളിയും മുതലാളിയുമായി പ്രവർത്തിക്കുമ്പോ, സംഘടനയിൽ പ്രവർത്തിക്കുമ്പോ, സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുമ്പോ, ഏത് സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു നയാകാശം അനധികൃതമായി നമ്മുടെ കൈവശത്തിൽ വരരുതെന്ന നിർബന്ധം സർവ സമയത്തും നമുക്കുണ്ടാകണമെന്നും ഹലാലല്ലാത്തത് വന്നുപോയാൽ നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കും, നമ്മുടെ ദ്വാക്കിജാപത്ത് ലഭിക്കാതെയായി പോകും, നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ മക്കൾ ദുഷിച്ചു പോകും. അതാ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചുണ്ടാകുന്ന മാംസം, ഹറാമിനാലുണ്ടാകുന്ന പേശി, ഹറാമിനാലുണ്ടാകുന്ന ശരീരം, അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക രംഗം. ഇപ്പോൾ ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ ഒരിക്കലും തന്നെ ജീവിതം നയിക്കരുത്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല. കടത്തെ സംബന്ധിച്ചാ പറഞ്ഞത്. കടം കൊടുക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. കടം കൊടുത്താൽ 1000 കൊടുത്താൽ 500 സദഖ ചെയ്ത പ്രതിഫലമാണ്. അതേ സമയത്ത് അതാ അദ്ദേഹത്തിന് തരാൻ കഴിഞ്ഞില്ലെങ്കിലോ, അവധിക്ക് തരാനുള്ള കഴിവില്ലാതിരുന്നാൽ പിന്നെയും സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. സദാ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഉടനെ തന്നെ കൊടുക്കൽ അദ്ദേഹത്തിനും നിർബന്ധമാണ്. ഇപ്പൊ ചില മനുഷ്യന്മാരെ ഹാലെന്താണെന്നറിയോ? വളരെ വിനയത്തോടെ വന്ന് കടം വാങ്ങും. വാങ്ങിയിട്ട് 1 മാസം കൊണ്ട് തരാൻ തന്നെ 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് തരുന്നില്ല. അപ്പൊ പിന്നെ തരാതെയായപ്പോ അദ്ദേഹത്തെ ഏതോ സ്ഥലത്ത് ഒരു കല്യാണ വീട്ടിൽ കണ്ട് ഇപ്പൊ സ്വകാര്യം വിളിച്ചില്ല, പൈസ ഒന്ന് കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞാലോ, പറഞ്ഞാൽ പിന്നെ ഇവൻ വൈകുന്നേരം പീടികയിൽ ഇരുന്നിട്ട് പോയി. അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞു, ഞാനെന്താ പോകുന്നുണ്ടോ? ഞാനിവിടെ പോകുന്നുണ്ടോ? അവൻ എന്നോട് കൊടുക്കാനുള്ള സംഖ്യക്ക് ചോദിച്ചു കഴിഞ്ഞു. ഇങ്ങനത്തെ ചില നന്ദി കെട്ട മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ ഈ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കടം വാങ്ങാൻ ഭയങ്കര ചോദിച്ചാലോ ചോദിച്ചു കമ്പടയും ഇത്ര നന്ദിയില്ലാത്ത വർഗം. ഓ സഹോദര, ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ വാക്ക് കണ്ടോ നിങ്ങൾ? ഞാൻ കരിങ്കല്ലുകൾ എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇരുമ്പുകൾ എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്, വലിയ വെയിറ്റുള്ള പലതും ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫമാവജത്തു ചെയ്യുന്ന ഫലവിനദ്ദൈനി, കടത്തേക്കാ ഭാരമുള്ള ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിന്തയുള്ളവർക്ക് കടം വലിയ ഭാരമാണ്. അതൊരു സെക്കൻഡ് മുമ്പേ ഇറക്കി വെക്കണമെന്ന ചിന്തയാണ്. കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ മരിച്ചുപോയ വ്യക്തിയുടെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്നത് ബുഖാരിയിലില്ലേ? എന്റെ കടം വാങ്ങിയിട്ട് സംഖ്യ കൊടുക്കാനുള്ളവനാണ്, അവന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് സഹാബികളെ കൊണ്ട് ഫർദ് വിടാൻ വേണ്ടി നിസ്കരിപ്പിക്കുകയാണ്. കാരണം കടം അത്രയും ഗൗരവമുള്ളതാണെന്ന് പഠിപ്പിക്കാനാണ്. ഓ ഉമ്മമാരെ, ഇതുപോലെ ആത്മഹത്യ ചെയ്ത് മരിച്ചവരുടെ മയ്യിത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നിട്ടുണ്ട്. എന്തിനാണത്? സ്വന്തം തന്നെ ശരീരത്തെ കൊല്ലുക എന്ന് പറയുന്ന ആത്മഹത്യ അത്രയും അല്ലാഹുവിന്റെ അടുക്കൽ ദുഷിച്ച തെറ്റാണ്, വളരെ ഗുരുതരമാണ്.
ഒരു മുസ്ലിമും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എത്ര വലിയ നാശനഷ്ടം സംഭവിച്ചാലും ശരി, എന്ത് തന്നെ ആളുകൾ മരിച്ചാലും ശരി, ഏത് പരീക്ഷയിൽ എങ്ങനെ തോറ്റാലും ശരി, എന്ത് തന്നെ തീ പിടിച്ചാലും ശരി, എന്ത് ഭർത്താവ് പിണങ്ങിയാലും ശരി, ഏത് ഭാര്യ മുടങ്ങിയാലും ശരി, ഓ മുസ്ലിമേ, ഓ സഹോദരിമാരെ, തമാശക്ക് പോലും, ഭീഷണിപ്പെടുത്താൻ പോലും, ഭർത്താവിനെ ഭയപ്പെടുത്താൻ പോലും ഞാനങ്ങ് എന്റെ ശരീരം നശിപ്പിച്ചു കളയുന്നൊരു വാക്ക് ഉമ്മമാരെ നിങ്ങൾ പറയല്ലേ, നിങ്ങൾ പറഞ്ഞു പോകല്ലേ. അതിനേക്കാൾ വലിയ തെറ്റ് വേറെ എന്താണ്? സ്വന്തം മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ തെറ്റും ചെയ്തൊരു മനുഷ്യരങ്ങ് മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആഖിറത്തിൽ ഗതികെട്ടവനാരാണ്? അതുപോലെ ആഖിറത്തിൽ നശിച്ചവനാരാണ്? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കത്തിയെടുത്ത് കുത്തിയിട്ടാണോ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? അവന് നരകത്തിൽ വെച്ച് കത്തിയെടുത്ത് കുത്തല് തന്നെയാണ്. ഉയരമുള്ള സ്ഥലത്ത് അതാ കയറി ചാടി വീണിട്ടാണോ ഒരാള് ജീവൻ ഒടുക്കിയത്? അവന് നരകത്തിൽ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ചാടല് തന്നെയാണ് ശിക്ഷ. കഴുത്തിന് കയറിട്ട് മുറുകിയതാണോ? നരകത്തിൽ എപ്പോഴും കയറിട്ട് മുറുക്കല് തന്നെയാണ് അവന്റെ ശിക്ഷ. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇതായിരുന്ന ദുന്യാവിൽ എന്ത് പ്രശ്നം വന്നാലും എന്റെ ജീവൻ ഒടുക്കുമെന്ന് ചിന്തിക്കല് പോയിട്ട് തമാശക്ക് പോലും, നിങ്ങൾ ആരെങ്കിലും പേടിപ്പിക്കാൻ പോലും ആ വലിയ തെറ്റ് ചെയ്യുമെന്നൊരു വാക്ക് നിങ്ങൾ പറയല്ല കേട്ടോ. അത് അത്രയും ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരിച്ച മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു. ആരായി മാറി നിൽക്കുന്നതെന്നറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തുകളെല്ലാം രക്ഷപ്പെടും, എല്ലാവരുടെ ദോഷവും പുറത്തു കിട്ടണം, എല്ലാവരും സ്വർഗത്തിൽ കടക്കണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് മരിച്ചപ്പോൾ അവിടുന്ന് മയ്യിത്ത് നിസ്കരിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ എന്ന് പറയാതെ മാറി നിന്നു. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കടത്തിന്റെ ഗൗരവത്തെ കുറിച്ച് വാങ്ങുന്നവരെ മനസ്സിൽ നല്ല ബോധമുണ്ടാകണം. എന്നാ സഹോദരന്മാരെ, കടം കിട്ടാനുള്ള മനുഷ്യന്റെ മനസ്സ് അത് വിശാലമാക്കണം. കഴിവില്ലാഞ്ഞിട്ടാണ് തരാത്തതെങ്കിൽ പിന്നെയും സമയം കൊടുക്കണം. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, കഴിയുന്നത് വരെ കാത്തിരിക്കണം. അതാവശ്യമാണ്. എന്നാൽ അതിന്റെ പേരിൽ പലിശയോ മറ്റോ ചോദിക്കുകയും അരുത്. അല്ലാഹു തആല പ്രതിഫലം തരും. അവധി എത്തിയിട്ട് തരാൻ വാങ്ങിയവര് കഴിഞ്ഞില്ലെങ്കിലോ ഈ കടം കൊടുത്ത മനുഷ്യന് മുഴുവനും സദഖ ചെയ്ത പ്രതിഫലവും കൊടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ.